കരം നമസ്തേ. ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം വന്നതോടെ ഊർജ സ്രോതസ്സുകൾക്ക് വലിയ വിഷമങ്ങൾ നേരിടുകയും നമുക്ക് ആവശ്യമായ പാചകവാതകങ്ങളോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ ഒക്കെ കൃത്യമായി കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്തു എന്നുള്ളതാണ് ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഹോർമുസ് കടലിടുക്കിലൂടെ വരുന്ന കപ്പലുകളടക്കം ഭീഷണിയായി തീർന്നിരിക്കുന്ന അമേരിക്കയും ഇറാനും. ഈ അവസ്ഥയിൽ ഇന്ത്യ ഒരു പുതിയ എത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ള E85 എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത് വലിയ നേട്ടങ്ങൾ കാരണമാകും എന്ന് പറയുന്നു. എന്താണ് ഇതിനെക്കുറിച്ചുള്ള അങ്ങയുടെ വിശദീകരണം? ഇത് ശരിയാണ്. ഈ വാർത്ത E85 എന്ന് പറയുന്ന ഒരു പുതിയ തരം ഫ്യൂവൽ, ഒരു ബയോ ഫ്യൂവൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് 85% ഈഥൈൽ ആൽക്കഹോളും 15% പെട്രോളും അടങ്ങുന്ന ഒരു ഫ്യൂവലാണ് E85. നമ്മൾ കുറേ നാളായിട്ട് ഇന്ന് നമ്മുടെ പെട്രോൾ പമ്പിലൊക്കെ നമുക്ക് ലഭ്യമാകുന്ന പെട്രോൾ എന്ന് പറയുന്നത് ഏതാണ്ട് 15 തൊട്ട് 20% വരെ ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഇത്തനോൾ അടങ്ങിയതാണ്. നമ്മുടെ വാഹനങ്ങളിലൊക്കെ, നമ്മൾ പെട്രോൾ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ആ പെട്രോളാണ്. അതിന് പറയുന്നത് E20 എന്നാണ്. അതായത് എത്തനോൾ 20% എത്തനോൾ. E85 എന്ന ഈ പുതിയ ഫ്യൂവല് 85% ഇത്തനോൾ ആയിരിക്കും, അതായത് ഈഥൈൽ ആൽക്കഹോൾ ആയിരിക്കും. ഇതിൻ്റെ ഒരു പരിണത ഫലം പെട്രോളിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ വരും. കാരണം ഇപ്പോഴുള്ള വാഹനങ്ങളുടെ എഞ്ചിനുകൾക്ക് ഈ പുതിയ ഫ്യൂവല് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും? E85 ഉപയോഗിച്ചാൽ, ഇപ്പോൾ നിലവിലുള്ള കാറുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ കാറിൻ്റെ എഞ്ചിനൊക്കെ തകരാറ് വരില്ലേ? പെട്ടെന്ന് ഓടാതൊന്നും ഇരിക്കില്ല. ഈഥൈൽ ആൽക്കഹോൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചാലും ഒരു വണ്ടിയിൽ നമ്മൾ അത് ഫില്ല് ചെയ്താലും ആ വണ്ടി ഓടും. പക്ഷേ മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് എഞ്ചിന് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇപ്പോഴത്തെ E85 എന്ന് പറയുന്ന നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്ന ഈ പുതിയ മിശ്രിത ഫ്യൂവല് ഉപയോഗിക്കണമെങ്കിൽ ഫ്ലെക്സി ഫ്യൂവൽ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പുതിയ തരം എഞ്ചിൻ വാഹനങ്ങളിൽ ഘടിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പുറത്തിറങ്ങുന്ന പല വാഹനങ്ങളിലും ഫ്ലെക്സി ഫ്യൂവൽ എഞ്ചിനുകളായിരിക്കും. ഇതിനുള്ള ചർച്ചകൾ ഇന്ത്യയിലെ സ്വകാര്യ വാഹന നിർമ്മാതാക്കളുമായിട്ട് കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. ആ ചർച്ചകൾ പൂർത്തിയാക്കിയെന്ന് മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ അത്തരം എഞ്ചിനുകൾ മാനുഫാക്ചറിങ്, അതായത് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയിലെ എഞ്ചിൻ നിർമ്മാതാക്കളും. അതൊരു പുതിയ നീക്കമായിരിക്കും. അതായത് ഒറ്റയടിക്ക് ഇന്ത്യയിലെ വാഹനങ്ങളെല്ലാം ഈ ഫ്ലെക്സി ഫ്യൂവലിൽ ഓടുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു നല്ല ശതമാനം വാഹനങ്ങൾ ഒരു 5 കൊല്ലം കൊണ്ട് ഈ ഫ്ലെക്സി ഫ്യൂവലിലേക്ക് മാറും. അത്തരം ഫ്ലെക്സി ഫ്യൂവൽ എഞ്ചിനുകളുള്ള വാഹനങ്ങൾക്ക് പരമ്പരാഗത, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ E20 എന്ന് പറയുന്ന എന്ന് പേരിട്ടിരിക്കുന്ന ആ ഫ്യൂവലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ E85 ഫ്യൂവലും ഉപയോഗിക്കാം. അതായത് ഏത് തരത്തിലുള്ള ഇന്ധനമാണെങ്കിലും ആ എഞ്ചിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആധുനിക എഞ്ചിനുകൾ ഘടിപ്പിച്ച വാഹനങ്ങളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സോ മഹീന്ദ്രയോ അതല്ലെങ്കിൽ മറ്റ് കമ്പനികൾ, ഇപ്പോൾ ടൊയോട്ട ഒക്കെ ഇന്ത്യയിൽ ഇറക്കുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ ഇത്തരം എഞ്ചിനുകളിലേക്ക് അവർ മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രയോജനം, നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറഞ്ഞില്ലെങ്കിലും ഇനി കൂടില്ല. ക്രൂഡ് ഓയിലിന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്ത്യയുടെ വ്യാപാര കമ്മിയുടെ അടിസ്ഥാന കാരണങ്ങൾ നമ്മുടെ ഈ പെട്രോളിയം ഇറക്കുമതിയാണ്. യഥാർത്ഥത്തിൽ ആധുനിക ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അതുപോലെ പല ആധുനിക വ്യവസായങ്ങളിലും കയറ്റുമതി ചെയ്യുകയാണ് ഇന്ത്യ. പക്ഷേ നമ്മുടെ ഈ കയറ്റുമതി മിച്ചമൊക്കെ നമുക്കില്ലാതെ പോകുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ ഈ ഇന്ധനം ഇറക്കുമതി, അതായത് ക്രൂഡ് ഓയിലിൻ്റെ പ്രകൃതിവാതകത്തിൻ്റെ ഇറക്കുമതി. രണ്ടാമത്തെ വിഷയം നമുക്കുള്ളത് നമ്മുടെ കുതിച്ചു കയറുന്ന ഈ സ്വർണം. സ്വർണം എന്ന ഒരു ലോഹത്തോടുള്ള നമ്മുടെ ഒരു ഭ്രമമാണ്. ആ സ്വർണം വാങ്ങിച്ചു കൂട്ടാൻ എത്ര സാധാരണക്കാരനും 1 പവൻ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി പൈസ സ്വരുക്കൂട്ടും. ഈ 2 കാരണങ്ങളാണ്.
ഇവിടെ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ധനത്തിന്റെ ഇറക്കുമതി കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പുതിയ ഇന്ധനം മാർക്കറ്റിൽ എത്തിക്കുന്നതോടുകൂടി നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. കാരണം ഇന്ധനത്തിന്റെ ഇറക്കുമതി ഇനി കൂടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ, അത് താഴോട്ട് അധികം പോയില്ലെങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ അത് നിൽക്കാൻ പറ്റും. ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു ഭാഗത്തും, ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങൾ, ഹൈഡ്രജൻ ഫ്യൂവൽ വാഹനങ്ങൾ, ഇങ്ങനെയുള്ള വാഹനങ്ങൾ മാർക്കറ്റിൽ എത്തുന്നതോടുകൂടി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി സാരമായിട്ട് കുറയുകയും നമ്മൾ അങ്ങനെ വിദേശ നാണ്യം നമുക്ക് ലാഭിക്കുകയും ചെയ്യാൻ പറ്റും. ഈ എഥനോൾ എന്ന് പറയുന്ന ഈഥൈൽ ആൽക്കഹോൾ നിർമ്മിക്കുന്നത് കരിമ്പിൽ നിന്നും അതുപോലെ തന്നെ ഈ കോറസ് ഗ്രെയിൻസ് എന്ന് പറയുന്ന മറ്റ് മില്ലറ്റ് അതുപോലുള്ള ധാന്യങ്ങളിൽ നിന്നുമാണ്. ഇതിന്റെ ഒരു ഗുണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം ഈ E85 മാർക്കറ്റിൽ ധാരാളമായി ഉപയോഗിക്കുന്നതോടുകൂടി കരിമ്പ് കർഷകർക്കും അതുപോലെ മില്ലറ്റ് അതുപോലുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർക്കും അവരുടെ ധാന്യങ്ങൾ ഇനി ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ഇനി അതൊക്കെ തന്നെ ഈ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് അവിടെ പോകും. കൃഷി എന്നത് കേവലം ഭക്ഷണത്തിന് ഇപ്പൊ പിന്നെ പഞ്ചസാര ഉണ്ടാക്കാനോ മൊളാസസ് ഉണ്ടാക്കാനോ ഒന്നും മാത്രമല്ല കരിമ്പ് ഇനി ഉപയോഗിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജാഗറി ശർക്കര ഉണ്ടാക്കാനോ ഒന്നും മാത്രമല്ല. ഇത് ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഇന്ധനം ഉണ്ടാക്കാനാണ്. അതായത് മെച്ചപ്പെട്ട വില കർഷകന് ലഭിക്കും. കർഷകന്റെ ഉൽപ്പന്നം ഭക്ഷണത്തിന് മാത്രമായിരിക്കുമ്പോൾ അതിൻ്റെ വിലയുടെ കാര്യത്തിൽ പരിമിതികളുണ്ട്. കാരണം ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിലക്കയറ്റം സർക്കാർ അനുവദിക്കുകയില്ല. പക്ഷേ ഒരു കർഷകന്റെ ഉൽപ്പന്നത്തിൽ ഭാഗികമായിട്ട് ഒരു 30-40% ഉൽപ്പന്നം ഭക്ഷണ കാര്യത്തിനല്ലാതെ അയാൾക്ക് ഇത്തരം വ്യവസായ കമ്പനികൾക്ക് വിൽക്കാമെന്നുള്ള ഒരു സാഹചര്യത്തിൽ എത്തിയാൽ അയാളുടെ അയാളുടെ ഉൽപാദനത്തിന്റെ ഒരു പകുതിക്കെങ്കിലും കനത്ത വില ലഭിക്കും. ഈ വില അയാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യാൻ അപ്പോൾ സംഭവിക്കുന്ന നഷ്ടം അത് നികത്താൻ അയാൾക്ക് പറ്റും. ഇതാണ് പൊതുവെ ഇതിൻ്റെ ഒരു മെച്ചമായി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതുകൊണ്ട് ചില മെച്ചങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് നമ്മുടെ ഗ്രാമങ്ങളിൽ സാധാരണക്കാരായ കർഷകർ, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ ഈ കൃഷിക്കൊന്നും വലിയ പ്രാധാന്യമില്ല, കേരളത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുമില്ല. കേരളത്തിൽ പണ്ട് കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ പന്തളത്ത് ഒരു ഷുഗർ ഫാക്ടറി ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു തിരുവല്ലയിലുണ്ടായിരുന്നു. അതൊക്കെ ഒരു പഴയ കാലം. ഇന്ന് ഒരു സ്ഥലത്തും കൃഷിയൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിലെ ജനസംഖ്യ വരെ താഴോട്ട് പോയിരിക്കുന്നു. അവിടുന്ന് വൻതോതിൽ യൂറോപ്പിലേക്കും ഒക്കെ കുടിയേറ്റം, അമേരിക്കയിലേക്കും ഒക്കെ കുടിയേറ്റം, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള കുടിയേറ്റം വന്നതിന് ശേഷം ഈ കരിമ്പ് കൃഷിയൊന്നും കാണാനില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഈ പന്തളം ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗത്തേക്ക് തന്നെ പോകുമ്പോൾ ധാരാളം കരിമ്പ് കൃഷി, പാടശേഖരങ്ങളിലൊക്കെ നെല്ല് മാത്രമല്ല കരിമ്പ് സീസണലായിട്ട് കരിമ്പ് കൃഷി ചെയ്യും. വെള്ളപ്പൊക്കത്തിന്റെ കാലം കഴിഞ്ഞാൽ അവിടെ ഒരു ഷുഗർ ഫാക്ടറി ഉണ്ടായിരുന്നില്ലേ? അതെ, അതാണ് മന്നം ഷുഗർ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് NSS സ്ഥാപിച്ച ഷുഗർ ഫാക്ടറി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല തിരുവല്ലയിലും ഉണ്ടായിരുന്നു ഷുഗർ ഫാക്ടറി. ഇത്തരം വ്യവസായങ്ങളൊക്കെ അവിടുന്ന് മൊളാസസ് ഉൽപ്പാദിപ്പിച്ചിരുന്നു പിന്നീട്. അതായത് ഈ മദ്യത്തിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ, ഈഥൈൽ ആൽക്കഹോൾ ഒരേ സമയം അത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുക, അതേസമയം അത് മദ്യവുമാണ്, കുടിക്കുന്നതും ഈഥൈൽ ആൽക്കഹോളാണ്. പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു ഈ മദ്യപാനത്തിലെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലെന്തോ സാധനങ്ങളൊക്കെ കലർത്തും. അങ്ങനെ കലർത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ചവർപ്പും ഒക്കെ ഉണ്ടാകും, അത് കുടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്ന പമ്പിൽ പോയിട്ട് 1/2 ലിറ്റർ വാങ്ങിച്ച് ഡ്രൈവർമാര് അവിടെ വെച്ച് തന്നെ അങ്ങ് അകത്താക്കാമല്ലോ. രണ്ടിനും പ്രയോജനപ്പെടുമല്ലോ. പമ്പിലോട്ട് പോയാൽ മതി. ഇനി പിന്നെ വിദേശമന്ത്രി ഷോപ്പിലേക്ക് പോകുന്നതിന് പകരം, ബിവറേജസിലേക്ക് പോകുന്നതിന് പകരം പെട്രോൾ പമ്പിലേക്ക് പോയാൽ മതി എന്നുള്ള സ്ഥിതി വരുമല്ലോ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതിൽ എന്തൊക്കെയോ കലർത്തുന്നുണ്ട്. അങ്ങനെ കലർത്തുന്നതുകൊണ്ട് ഇത് നമുക്ക് കഴിക്കാൻ ഒട്ടും പറ്റില്ല. അത്ര ഒരു ചവർപ്പോ എന്തോ കയ്പോ ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളൊരു ടേസ്റ്റ് വരും അതിന്. എന്തായാലും ശരി. പിന്നെ ഇത് ഒരു ഭാഗത്ത്, പിന്നെ ഇത് പ്രകൃതിയിൽ നിന്നും നേരിട്ടെടുക്കുന്ന ഒരു ഇന്ധനമാണ്. അങ്ങനെ ഒരു ഇന്ധനമായ കാരണം ഇതിന് പിന്നെ മലിനീകരണം കുറവായിരിക്കും. ഇത് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയ്ക്ക് സാധാരണ പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയേക്കാൾ മലിനീകരണം കുറവായിരിക്കും. ഇതിൽ കാർബൺ കണ്ടന്റ് ഒക്കെ കുറവായിരിക്കും. അങ്ങനെയും ഒരു ഗുണമുണ്ട്. പക്ഷെ ഇതിനൊരു മറുവശവും പറയുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എഞ്ചിനുകളൊക്കെ തന്നെ വലിയ
മൈലേജ് കിട്ടുന്നതാണ്. പലതും 20ഉം 25ഉം ഇപ്പോൾ സാധാരണമാണ് മൈലേജ്. പക്ഷേ നമ്മൾ പിന്നെ എത്തനോൾ ഉപയോഗിക്കുമ്പോൾ മൈലേജ് കുറവായിരിക്കും. ഇപ്പോൾ ഈ 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനത്തിന് എത്തനോൾ മിക്സ്ഡ് ഫ്യൂവൽ ഈ 85 ഉപയോഗിച്ചാൽ 25 വരാതെ 20ആയിട്ട് കുറയും എന്നൊക്കെയുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഗവേഷണങ്ങളൊക്കെ വന്നിട്ട് ആ ഇഥനോൾ ഫ്യൂവലിന്റെ മൈലേജും, പണ്ട് പെട്രോളിനും മൈലേജ് കുറവായിരുന്നല്ലോ. പഴയ കാലത്തെ അംബാസഡർ കാറൊക്കെ 7-8 കിലോമീറ്റർ ഒക്കെ ഓടുകയുള്ളായിരുന്നു. മൈലേജ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു 80കളിലൊക്കെയുള്ള കാറുകളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ടെക്നോളജി കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും E85നും അതിൻ്റെ ഒരു മൈലേജ് വളരെ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ശരി, ഇതൊരു വലിയ മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. അതായത് വ്യാവസായിക വിപ്ലവം തന്നെയായിരിക്കും അല്ലേ? ലോകത്തിൽ ഇന്ത്യ തീർച്ചയായിട്ടും. വലിയ തോതിൽ വ്യാവസായിക വിപ്ലവം നടത്തി സമ്പദ്ഘടന ശക്തമാക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല, ഇതിന്റെ ഒരു പ്രയോജനം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ലഭിക്കാൻ ഇടയുണ്ട്. കാരണം ഈ പെട്രോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ വൻതോതിൽ കർഷകരുമായിട്ട് ബന്ധപ്പെടുകയും കർഷകർക്കിടയിൽ നിന്നും അവരവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ അവിടെ ഒരു അപകടമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചില ഇടനിലക്കാർ ഉണ്ടായി തുടങ്ങും. ഈ കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കമ്പനിക്ക് മറിച്ചു വെക്കുന്ന രീതിയിൽ അത്തരം ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവർ മാർക്കറ്റ് പിടിച്ചെടുക്കും, മാർക്കറ്റ് നിയന്ത്രിക്കും. അതിനുമൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഒരുപക്ഷെ സഹകരണ സംഘങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രസ്ഥാനങ്ങളോ ഒക്കെ രൂപീകരിച്ച് കമ്പനികളുമായിട്ട് നേരിട്ട് കർഷകരെ വിൽപ്പന നടത്തുന്ന ഒരു സമ്പ്രദായം ആദ്യമേ തന്നെ വന്നാൽ ഈ മേഖലയിലെ ഇടനിലക്കാർക്ക് പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് കർഷകരെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഇല്ലാതാവണം. കാരണം ഇതൊരു വലിയ വ്യവസായം, പ്രത്യേകിച്ച് ഈ പഞ്ചസാര മേഖല വലിയ കുത്തകകളുണ്ട്. നമ്മളിത് ഇതിപ്പോൾ പറയുമ്പോഴും ഈ കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വലിയ കുത്തകകൾ ഉണ്ടായിട്ടിരിക്കുകയാണ്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ കുടുംബമാണ് അത് മുഴുവൻ നിയന്ത്രിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം കുത്തകകൾ ഉണ്ടായിട്ട് ഇതിന്റെ പ്രയോജനം കർഷകരിലേക്ക് പോകാതിരിക്കരുത്. അതിനുള്ള മുൻകരുതൽ തുടക്കത്തിൽ തന്നെ എടുക്കണം. കാരണം ഒരിക്കൽ അത്തരം കുത്തക സംഘങ്ങൾ നിലവിൽ വന്നാൽ പിന്നെ അവരെ ഇതിൽ നിന്നും പിറകോട്ട് വലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ശരി, അങ്ങ് പറഞ്ഞ പോലെ ഇതൊരു വലിയ വ്യാവസായിക വിപ്ലവത്തിന്റെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് മാത്രമല്ല, ആഗ്രഹിക്കാം. സാമ്പത്തിക രംഗത്ത് ഇന്ത്യ വലിയ കുതിച്ചുകയറ്റവും നടത്താം. തീർച്ചയായിട്ടും. കാരണം ഇറക്കുമതി നമുക്ക് കുറയ്ക്കുന്നതോടുകൂടി അത്ര വിദേശ നാണ്യം നമ്മൾ സേവ് ചെയ്യുകയാണ്. വിദേശ നാണ്യം നമുക്ക് നഷ്ടപ്പെടാതിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് നാട്ടിലെ ഒരുപാട് പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം, വികസന പ്രവർത്തനങ്ങൾക്ക്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. നമുക്ക് തൽക്കാലം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം. നമസ്കാരം.